morning, friends. അടുത്ത യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഇതാണ്. Find dou square w by dou y dou x if w is equal to xy plus e raised to y by y square plus 1. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് യൂണിവേഴ്സിറ്റി ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് കഴിഞ്ഞ വർഷം. നമുക്ക് അത് നോക്കാം. ആ ക്വസ്റ്റ്യൻ നോക്കാം. യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ ഡിസംബർ 2024. ഇതിൽ എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കിയത്? 11A. Find dou square w by dou y dou x if w is equal to xy plus e raised to y by y square plus 1. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് KT ചോദിച്ചിരിക്കുന്നത്. മോഡൽ 2 കേട്ടോ. നമുക്ക് ഇതിന്റെ ആൻസർ വന്നിട്ട് ഡിസ്കസ് ചെയ്യാം. അതായത് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? dou square w by dou y dou x. ഇത് നമുക്ക് എങ്ങനെ എഴുതാം? dou by dou y of dou w by dou x ഇങ്ങനെ. ഇനി w എന്ന് പറഞ്ഞാൽ ആരാണ്? xy plus e raised to y by y square plus 1. അപ്പോൾ dou w by dou x when we differentiating the function with respect to x വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ x ഒഴിച്ച് ബാക്കിയുള്ള വേരിയബിൾസും കോൺസ്റ്റന്റ് ആണ്. അപ്പോൾ ഡിഫറൻഷിയേറ്റ് ഫസ്റ്റ് ഫംഗ്ഷനിൽ xy ഉണ്ട്. അപ്പോൾ y into 1 that is equal to 1. രണ്ടാമത്തേൽ x ഇല്ല. അപ്പോൾ 0 ആണ്. അപ്പോൾ dou w by dou x അത്ര കിട്ടി, നമുക്ക് y കിട്ടി. അപ്പോൾ dou by dou y of ഈ dou w by dou x എന്താണ്? y ആണ്. അപ്പോൾ ഇതിന്റെ ആൻസർ എന്താണ്? dou by dou y of y എന്ന് പറഞ്ഞാൽ എന്താണ്? അതിന് ആൻസർ കിട്ടി കഴിഞ്ഞു. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടാ. എഴുതിയെടുത്തോളൂ. 3 മാർക്ക്. ആദ്യം നമ്മൾ dou w dou x കണ്ടുപിടിക്കുന്നു. അത് നമ്മൾ വീണ്ടും y വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ബിയിലെ ക്വസ്റ്റ്യൻ നോക്കാം. ബിയിലെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ ആണ്. ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. ഒരു ഫംഗ്ഷന്റെ ലിമിറ്റ് കണ്ടുപിടിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് 11B. ഫൈൻഡ് ദ ലിമിറ്റ് ഓഫ് ദ ഫംഗ്ഷൻ. Limit of the function limit x y tends to 0 0. Function എന്താണ്? x square minus xy divided by root x minus root y. ഇതിനും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് യൂണിവേഴ്സിറ്റി ചോദിച്ചിരിക്കുന്നത്. 11B. ഇതിന്റെ ആൻസർ ഒന്ന് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ആൻസർ let y is equal to mx എടുക്കാം. അപ്പോൾ ലിമിറ്റ് x y tends to 0 0. x square minus xy by root x minus root y. This is equal to limit x y. നമുക്ക് x tends to 0 നടക്കുമ്പോൾ ലിമിറ്റ് x tends to 0 y is equal to mx. x square minus xy by root x minus root y. നമ്മൾ ഇതില് ലിമിറ്റ് x tends to 0 x square minus x into y ക്ക് പകരം mx കൊടുത്തു mx divided by root x minus root mx. ഇനി അടുത്ത സ്റ്റേജില് ലിമിറ്റ് x tends to 0 ന്യൂമറേറ്ററിൽ x സ്ക്വയർ നമ്മൾ പുറത്തെടുക്കുന്നു. അപ്പോൾ 1 minus m. ഡിനോമിനേറ്ററില് റൂട്ട് എം എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് എം എക്സ് എന്ന് പറഞ്ഞാൽ റൂട്ട് എം ഇൻറ്റു റൂട്ട് എക്സ് എന്നാണ്. അപ്പൊ റൂട്ട് എക്സ് പുറത്തെടുത്ത് കഴിയുമ്പോൾ റൂട്ട് എക്സ് ഇൻറ്റു 1 മൈനസ് റൂട്ട് എം. ഇനി എക്സ് സ്ക്വയർ ബൈ റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? എക്സ് സ്ക്വയർ ഇൻറ്റു എക്സ് റേസ് ടു മൈനസ് 1/2 എക്സ് റേസ് ടു 2 മൈനസ് 1/2 ദാറ്റ് ഈസ് എക്സ് റേസ് ടു 3/2 എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇൻറ്റു റൂട്ട് എക്സ്. അപ്പൊ നമുക്ക് ഇത് എങ്ങനെ എഴുതാം? ലിമിറ്റ് x tends to 0 x into root x 1 minus m divided by 1 minus root m. x ന് നമ്മൾ 0 കൊടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാ? 0. അപ്പോൾ ഫംഗ്ഷൻ വാല്യൂ എന്താണ്? 0.
അപ്പോൾ x y 0 x tends to 0 and y tends to 0. x 0 ലോട്ട് അപ്രോച്ച് ചെയ്യുന്നു, y 0 ലോട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഈ ഫംഗ്ഷൻ എന്തിലോട്ടാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഈ ഫംഗ്ഷൻ വാല്യൂ വിൽ ബി 0 ആണ് കേട്ടോ. ഫംഗ്ഷൻ വാല്യൂ വിൽ ബി 0. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്ത പാത്ത് ഏതാണ്? y എന്നുള്ളത് mx എന്നുള്ള പാത്താണ്. y is equal to mx എന്നുള്ള പാത്ത് എടുത്ത് ചെയ്തു വന്നപ്പോൾ നമുക്ക് കിട്ടിയ ആൻസർ എന്താണ്? ന്യൂമറേറ്ററിൽ x root x into 1 minus m by 1 minus root m കിട്ടും. നമുക്ക് x ന് 0 കൊടുക്കുമ്പോൾ numerator 0, therefore the answer will be 0. നമുക്ക് ഇതിലെ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യാം. 11 ബിയിലെ ക്വസ്റ്റ്യൻ ആണ് ചെയ്തത്. ഇനി 11 സിയിലെ ക്വസ്റ്റ്യൻ ചെയ്യാം. സി 11 സിയിലെ ക്വസ്റ്റ്യൻ നോക്കാം. സി എന്താണെന്ന് നോക്കി. ഫൈൻഡ് ഡോ എഫ് ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ വൈ ആൻഡ് ഡോ എഫ് ബൈ ഡോ എസ്, ഡോ എഫ് ബൈ ഡോ എസ് for the function f of x comma y comma z is equal to e raised to x by y plus e raised to z by y. ഇതാണ് ക്വസ്റ്റ്യൻ. ഇതിനും നമുക്ക് മാർക്ക് തന്നിരിക്കുന്നത് എത്രയാണ്? 3 മാർക്കാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ്. അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ ഇവിടെ 3 വേരിയബിൾ ആണ്, എക്സ് വൈ സെഡ് 3 വേരിയബിൾ ഉണ്ട്. നമുക്ക് ഇവിടെ ഡോ എഫ് ബൈ ഡോ എക്സ് കാണണം, ഡോ എഫ് ബൈ ഡോ വൈ കാണണം, ഡോ എഫ് ബൈ ഡോ സെഡ് കാണണം. ഫംഗ്ഷൻ എന്താണ്? ഇ റേസ് ടു എക്സ് ബൈ വൈ പ്ലസ് ഇ റേസ് ടു ഇസഡ് ബൈ വൈ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇത് ചെയ്യാനായിട്ട് ആദ്യം നമുക്ക് ഇവിടെ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഡോ എഫ് ബൈ ഡോ എക്സ്. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യും. വിത്ത് റെസ്പെക്ട് എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇ റേസ് ടു എക്സ് ബൈ വൈ, അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സിന്റെ ഡിഫറൻസിയേഷൻ എന്താണ്? ഇ റേസ് ടു എക്സിനാണ്. ഇ റേസ് ടു എക്സ് ബൈ വൈ ഇൻറ്റു, ഇനി ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് എന്താണ്? 1 ബൈ വൈ ഇൻറ്റു 1. ഇതിന്റെ ആൻസർ എന്താണ്? ഇ റേസ് ടു എക്സ് ബൈ വൈ ഡിവൈഡഡ് ബൈ. ഒന്നാമത്തെ ആൻസർ നമുക്ക് കിട്ടി കഴിഞ്ഞു. ഡോ എഫ് ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? ഇ റേസ് ടു എക്സ് ബൈ വൈ ഡിവൈഡഡ് ബൈ വൈ. ഇനി രണ്ടാമത്തെ ആൻസർ ആണ്. രണ്ടാമത്തെ എന്താണ്? ഡോ എഫ് ബൈ ഡോ വൈ വിത്ത് റെസ്പെക്ട് ടു വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. വൈ വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഫസ്റ്റ് കേസിൽ ഇ റേസ് ടു എക്സ് ബൈ വൈ, ഓക്കെ, എക്സ് ബൈ വൈ ഇൻറ്റു, ഇനി നമ്മൾ എക്സ് കോൺസ്റ്റന്റ് ആണ്, എക്സ് ഇൻറ്റു 1 ബൈ വൈനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം. 1 ബൈ വൈ എന്ന് പറഞ്ഞാൽ എന്താണ്? 1 ബൈ വൈ എന്ന് പറഞ്ഞാൽ വൈ റേസ് ടു -1 ആണ്. അപ്പൊ -1 ഇൻറ്റു വൈ റേസ് ടു -2. അപ്പൊ -1 ഇൻറ്റു വൈ റേസ് ടു -2 പ്ലസ് രണ്ടാമത്തെ കേസിലോ ഇ റേസ് ടു ഇസഡ് ബൈ വൈ ഇൻറ്റു ഇസഡ് ഇൻറ്റു 1 ബൈ വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? -1 ഇൻറ്റു വൈ റേസ് ടു -2. നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാന്ന് നോക്കിയേ. ഇ റേസ് ടു എക്സ് ബൈ വൈ ഇൻറ്റു എക്സ് മൈനസ് ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ പ്ലസ് ഇ റേസ് ടു ഇസഡ് ബൈ വൈ ഇൻറ്റു ഇസഡ് മൈനസ് ഇവിടെ കൊടുക്കാം ഡിവൈഡഡ് ബൈ വൈ സ്ക്വയർ. രണ്ടാമത്തെ ആൻസർ എന്താ കിട്ടിയത്? ഈ മൈനസ് ഇ റേസ് ടു എക്സ് ബൈ വൈ ഇൻറ്റു എക്സ് ബൈ വൈ സ്ക്വയർ മൈനസ് ഇ റേസ് ടു ഇസഡ് ബൈ വൈ ബൈ ഇസഡ് ബൈ വൈ സ്ക്വയർ എന്നാണ് നമുക്ക് ഇതിന്റെ ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ y വെച്ച് പാർഷ്യലി ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് ബൈ വൈ ചെയ്യുമ്പോൾ ഇ റേസ് ടു എക്സ് ബൈ വൈ ഇൻറ്റു എക്സ് ഇൻറ്റു 1 ബൈ വൈ ചെയ്യുമ്പോൾ -1 ഇൻറ്റു വൈ റേസ് ടു -2, -1 ഇൻറ്റു വൈ റേസ് ടു -2. ഇ റേസ് ടു ഇസഡ് ബൈ വൈ ഇൻറ്റു ഇസഡ് ഇൻറ്റു -1 ഇൻറ്റു വൈ റേസ് ടു -2. അപ്പോൾ ഇ റേസ് ടു എക്സ് മൈനസ് ഇ റേസ് ടു എക്സ് ബൈ വൈ ഇൻറ്റു എക്സ് ബൈ വൈ സ്ക്വയർ മൈനസ് ഇ റേസ് ടു ഇസഡ് ബൈ വൈ ഇൻറ്റു ഇസഡ് ബൈ വൈ സ്ക്വയർ. അത് കഴിഞ്ഞു. ഇനി മൂന്നാമത്തെ എന്താണ്? ഡോ എഫ് ബൈ ഡോ ഇസഡ് കണ്ടുപിടിക്കുക. ഡോ എഫ് ബൈ ഡോ ഇസഡ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിൽ എക്സ് ഇല്ല, അപ്പൊ അത് ഒന്നുമില്ല. ഈ ഇസഡ് ബൈ വൈയിലോ 0 പ്ലസ് ഈ ഇസഡ് ബൈ വൈയില് ഇ റേസ് ടു ഇസഡ് ബൈ വൈ ഇൻറ്റു 1 ബൈ വൈ. അപ്പൊ ആൻസർ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു ഇ റേസ് ടു ഇസഡ് ബൈ വൈ ഡിവൈഡഡ് ബൈ വൈ.
മൂന്നാമത്തെ കേസിൽ e⁻z/y/y ഇതാണ് മൂന്ന് ആൻസർ. അപ്പൊ ഇതിന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 11 എയിലെ ബിയിലെയും സിയിലെയും 3 ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓരോ ക്വസ്റ്റ്യനും 3 മാർക്ക് വെച്ച് അപ്പോൾ ഒരു ഫുൾ ക്വസ്റ്റ്യൻ ആയി. ഫുൾ ക്വസ്റ്റ്യൻ ടോട്ടൽ മാർക്ക് എത്രയാണ്? 9 മാർക്ക് നമുക്ക് ലഭിക്കുന്നതാണ് കേട്ടോ. ഈ 3 ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ എയും ബിയും സിയും നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര മാർക്ക് കിട്ടും? 9 മാർക്കാണ് ലഭിക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും നോട്ട് ചെയ്തെടുത്തോളൂ. ഓക്കെ.